ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ ഒറ്റപ്പെട്ടു പോയി എന്ന ദുഃഖത്തോടെ, ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്ന് മനോഭാരത്തോടെ ആയിരിക്കുന്ന ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവിൻ്റെ ദൂത്, ദൈവത്തിൻ്റെ പൈതലേ, നീ ഒറ്റപ്പെട്ടു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15 അധ്യായം ആരംഭ വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു യേശു കർത്താവ് പഠിപ്പിക്കുന്ന ഉപമയെക്കുറിച്ച്. 99 ആടുകളെയും മാറ്റി നിർത്തി കാണാതെ പോയ ആടിനെ തേടി വരുന്ന ഒരിടയൻ്റെ ചരിത്രം വേദപുസ്തകം വെളിപ്പെടുത്തുക. ഒറ്റപ്പെട്ടുപോയി 99 ഒറ്റപ്പെടുത്തിയാലും 99 മറന്നാലും 99 ഉപേക്ഷിച്ചാലും നിന്നെ ഓർക്കുന്ന, അന്വേഷിക്കുന്ന ഒരു നല്ല ഇടയനുണ്ട്. പരിശുദ്ധാത്മാവ് ഹൃദയത്തെ തൊട്ട് ആഴമായി ദൂത് വെളിപ്പെടുത്തുക. ചിലർക്ക് അന്വേഷിക്കാത്തത്, ചിലർക്ക് ഓർക്കാത്തത് ജീവിതത്തിൻ്റെ തലങ്ങളിൽ ഇന്ന് ആ ഒരു പരാതി ഹൃദയത്തിൽ കിടക്കുന്നില്ലേ, അതിന്ന് തിരുത്തട്ടെ. കാരണം മനുഷ്യർ അന്വേഷിക്കാത്തപ്പോൾ, വ്യക്തി ജീവിതങ്ങൾ മറന്നു കളയുമ്പോൾ എൻ്റെ നല്ല ഇടയൻ എന്നെ ഓർക്കുന്നു, എൻ്റെ കർത്താവ് എന്നെ അന്വേഷിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മനുഷ്യർ എന്നെ അന്വേഷിക്കാത്തത്, മനുഷ്യർ എന്നെ തേടി വരാത്തത്, അവരെന്നെ മറക്കുന്നതിൻ്റെ കാരണം ഇതും മാത്രം. പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളെ നോക്കി ആഴമായി ദൂത് വെളിപ്പെടുത്തുക. ദൈവത്തിൻ്റെ പൈതലേ, ഇന്നായിരിക്കുന്ന മാനുഷിക തലത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ആ ഒരു അനുഭവമാണോ? ശത്രുവിന് തൊടാൻ കഴിയത്തില്ല, ശത്രുവിന് തകർക്കുവാൻ കഴിയത്തില്ല, ഉടയ്ക്കുവാൻ കഴിയത്തില്ല. കാരണം ശത്രുവിനറിയാം അതിനൊരു ഇടയനുണ്ട്, അതിനൊരു നല്ല ഇടയനുണ്ട്. ദൈവത്തിൻ്റെ പൈതലേ, ദൂത് വിശ്വസിച്ചു. ജീവിതത്തിൽ തകർന്നു പോകുവാൻ സമ്മതിക്കത്തില്ല, ജീവിതത്തിൽ ഉടഞ്ഞു പോകുവാൻ സമ്മതിക്കത്തില്ല. ഇടയൻ്റെ ആടാണെന്നുള്ള ബോധ്യം വരെ ശത്രുവിന് വരെയുണ്ട്. ഇന്ന് പരിശുദ്ധാത്മാവ് ഈ ദൂത് ഹൃദയത്തിലേക്ക് പകരുക. ആർക്കുമില്ലാത്ത കഷ്ടതയാ എൻ്റെ ജീവിതത്തിൽ നിന്ന് പറയുന്നുണ്ടെങ്കിൽ, ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ദൂത് വിശ്വസിച്ചേറ്റെടുത്തോ. 99 കിട്ടാത്തത് ഒറ്റപ്പെട്ട ആടിന് ലഭിക്കുക. ഇടയൻ തൻ്റെ തോളിൽ എടുത്തു എന്ന് വചനം പറയുന്നു. ദൈവത്തിൻ്റെ പൈതലേ, ഒറ്റപ്പെട്ട അവസ്ഥയിലാണോ മാനുഷിക തലത്തിൽ നിൽക്കുന്നത്? നല്ല ഇടയൻ തൻ്റെ തോളിലെടുക്കും, തൻ്റെ തോളിലെടുക്കും. ഇനിയുള്ള യാത്ര ആ സ്നേഹത്തിൻ്റെ തണലിലായിരിക്കും. ഇനിയുള്ള യാത്ര ഇടയൻ്റെ നേരിട്ടുള്ള കരുതലായിരിക്കും. ആ നിലവാരത്തിൽ വിശ്വസിച്ച് ദൂത് ഏറ്റെടുത്തു. പരിശുദ്ധാത്മ ഹൃദയം തകർന്നിരിക്കുന്ന, ഹൃദയം ഉടഞ്ഞിരിക്കുന്ന ജീവിതങ്ങളോട് ശക്തവും ആഴമായി ഇടപെടുക. ഇടയൻ തോളിലെടുത്തിരിക്കുന്നു. ആ ഒരു ദർശനത്തിൽ ജീവിക്കുവാൻ, ആ ഒരു കാഴ്ചപ്പാടിൽ ജീവിക്കുക. പരിശുദ്ധാത്മാവ് ദൂത് പകരുക. നല്ല ഇടയൻ ഒരിക്കലും വഴിയിൽ തള്ളിക്കളയത്തില്ല, ഒരിക്കലും മറന്നു കളയത്തില്ല. ജീവിതത്തിൻ്റെ നിലവാരങ്ങളിൽ ആ കരുതലും സ്നേഹവും വെളിപ്പെടുത്തിയിരിക്കും. 99 എത്തി നിൽക്കുന്ന മണ്ഡലത്തിൽ ദൈവത്തിൻ്റെ പൈതലേ, കാണാതെ പോയാട് അവിടെ എത്തുവാൻ കാരണമായത് ഇടയൻ്റെ തോളിലാ. ഇന്ന് പരിശുദ്ധാത്മ പറയുന്നു, മറ്റ് ജീവിതങ്ങളിലേക്ക് കൂടെ പഠിച്ചവരേക്ക് കയറിപ്പോയി, കൂടെ ഉണ്ടായിരുന്നവരേക്ക് മുമ്പോട്ട് കടന്നുപോയി, എനിക്കെവിടെയും എത്താൻ കഴിഞ്ഞിട്ടില്ല, എൻ്റെ സ്ഥിതിക്കൊരു മാറ്റം വന്നിട്ടില്ല. പരിശുദ്ധാത്മാവിൻ്റെ ദൂത് അവരുടെ യാത്രയല്ല എൻ്റെ യാത്ര, അവരുടെ നീക്കല്ല എന്നെ കർത്താവ് നീക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തുന്നത് കർത്താവിൻ്റെ തോളിലെടുത്ത് എത്തിക്കേണ്ട വാഗ്ദത്തങ്ങളിൽ ദൈവം എത്തിക്കേണ്ട മണ്ഡലങ്ങളിൽ ദൈവം എത്തിക്കും. ദൂത് വിശ്വസിക്കട്ടെ, വചനം ഏറ്റെടുക്കട്ടെ. കർത്താവിൻ്റെ തോളിലെടുത്ത് എൻ്റെ വാഗ്ദത്തങ്ങളിൽ നിലനിർത്തുവാൻ വിശ്വസ്തനായ ദൈവ ആ കരുതലും സ്നേഹവും ഈ ദിവസങ്ങളിൽ അനുഭവിക്കും, ധാരാളമായി അനുഭവിക്കും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതിനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. അവസ്ഥയെ സാഹചര്യങ്ങളുടെ മേൽ കർത്താവേ അങ്ങ്
അങ്ങയുടെ സ്നേഹവും കരുതലും കണ്ട് സന്തോഷിപ്പാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.